والصلاة والسلام على من لا نبي بعده. صحيح ترغيب والترهيب كتاب النوافل. അടുത്ത ഫസ്ൽ الترغيب في كلمات يقولهن إذا استيقظ من الليل. രാത്രിയിൽ എഴുന്നേറ്റാൽ അഥവാ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സന്ദർഭത്തിൽ പറയേണ്ട ചില വാക്കുകൾ. അത് രാവിലെ എഴുന്നേൽക്കുന്ന രീതിയിൽ അധികം എഴുന്നേൽക്കുമ്പോഴുള്ള ദുആ എന്ന നിലക്കല്ല, ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണരുകയാണ് ആ സമയത്ത് പറയേണ്ടതായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദുആ. عن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم قال. ഒരു ദിക്റായിട്ട് عبادة بن الصامت رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു, من تعار من الليل, ആരെങ്കിലും രാത്രിയിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ, ഉറങ്ങുന്നതിൽ നിന്ന് റൂഹിൽ തിരിച്ചു ലഭിക്കുന്ന ബോധമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, ഫഖാല, ആ സമയത്ത് അവൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് എല്ലാവിധ ആധിപത്യവും, അവനാണ് എല്ലാവിധ സ്തുതിയും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവസ്തുതിയും. വസുബ്ഹാനല്ലാഹ്, അവൻ പരിശുദ്ധനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതൊരു ഇലാഹില്ല. വല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. ഈ വാക്ക് ഒരു തൗഹീദിന്റെ പൂർത്തീകരണത്തിന്റെ ഈ വാക്ക് അത് പറയുകയും, സുമ്മ ഖാല, അതിനുശേഷം അവൻ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവേ എൻ്റെ പാപം നീ പുറത്തു നൽകണമേ, എനിക്ക് പാപമോചനം നൽകണമേ. ഔ ദഅ, എന്നിട്ട് അതിന് ശേഷം അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ദുനിയവയും ഉഖ്റവയുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടുകയാണ്. അവൻ്റെ ദീനും ദുനിയാവും എല്ലാം അള്ളാഹുവിനോട് ആവശ്യമുള്ളത് തേടുകയാണ്. സ്തുജീബ ലഹ്, അവൻ എന്തു ചെയ്യും? ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അവൻ ആ സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ വാക്ക് പറഞ്ഞുകൊണ്ട് തേടുന്നത് എന്താണോ അതിന് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ഫൈൻ തവദ്ദഅ സുമ്മ സല്ല, ഇനി അവൻ വുളു എടുത്ത് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ, ആ സമയത്ത് അവൻ എഴുന്നേറ്റു, അപ്പോൾ ഈ ദിക്ർ പറഞ്ഞു, അതിനുശേഷം അവൻ വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ഖുബിലത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത്. ഇതൊരു മുസ്ലിമിന് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ്. അതായത് അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിടക്കുന്ന ഏതൊരവസ്ഥയിലും നമ്മൾ എഴുന്നേറ്റിട്ടില്ല, നമ്മൾ കിടക്കയിൽ കിടക്കുകയാണ്, തിരിഞ്ഞ് കിടക്കുകയാണ്, അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുന്ന എല്ലാവരും ഉറക്കത്തിൽ ഒരു തവണയെങ്കിലും ഭൂരിഭാഗം ആളുകളും എഴുന്നേൽക്കുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് അവൻ്റെ നാവിൽ വരുന്ന ഈ വാക്ക്, കാരണം ഇത് ചൊല്ലാൻ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ അവൻ ആ റൂഹ് തിരികെ ലഭിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതിനുശേഷം ഇസ്തിഗ്ഫാർ ചെയ്യാനും ദുആ ചെയ്താൽ അത് സ്വീകരിക്കുകയും അത് ഉത്തരം ചെയ്യപ്പെടുകയും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖും നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന കാര്യവുമാണ്. ഇനി ഒരാൾ ആ സമയത്ത് എഴുന്നേറ്റു ഇനി വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതുമാണ്. അടുത്ത ഫസ്ൽ അത്തർഗീബ് ഫീ ഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ് ഈ ഫസ്ലിൽ കൊടുത്തിട്ടുള്ളത്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. أبو هريرة رضي الله عنه പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يعقد الشيطان على قافية رأس أحدكم إذا هو نام 3 عقد. ഓരോ മനുഷ്യനും, നിങ്ങളിൽ ഓരോരുത്തരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളിൽ ഓരോരുത്തരും ഉറങ്ങുന്ന ആ സമയത്ത്, കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ പിരടികളിലായി പിശാച് 3 കെട്ടുകൾ ഇടും. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാലും 3 കെട്ടുകൾ ഇടും. യദ്രിബു അലാ കുല്ലി ഉഖ്ദത്തിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. ആ ഓരോ കെട്ടിലും പിശാച് ഓർമ്മിപ്പിക്കുന്ന, ആ അടിമയെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന കാര്യം, നിനക്കിനിയും രാത്രി ഒരുപാട് സമയമുണ്ട്, നീ ഉറങ്ങിക്കൊള്ളുക, നീ ഉറങ്ങിക്കോ എന്നുള്ളതായിരിക്കും. അവൻ എഴുന്നേൽക്കുകയും ഉറക്കം നിന്ന് ഉണരുകയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും എല്ലാം ചെയ്താൽ അവന്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും. പിശാച് കെട്ടിയ ഒരു കെട്ട് അഴിയും.
ഫഇൻ തവല്ല ഇൻ ഹല്ലത് ഉഖ്ദത്തുൻ, അവൻ വുളു എടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ടും അഴിയും. ഫഇൻ സല്ല ഇൻ ഹല്ലത് ഉഖദുഹു കുല്ലുഹാ, അവൻ നിസ്കരിക്കുക കൂടി ചെയ്താൽ അവന്റെ എല്ലാ കെട്ടും പൂർണ്ണമായി ഒഴിയുന്നതാണ്. ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അവൻ പ്രഭാതത്തിൽ ഉന്മേഷവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മനസ്സും ഉള്ള അവസ്ഥയിലായിരിക്കും അവൻ രാവിലെ പ്രവേശിക്കുക. വഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാന, അതില്ല എങ്കിൽ അവൻ ഒരു മടിയനായി അലസനായി അങ്ങനെ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിലായിരിക്കും അവന്റെ ആ ദിവസം ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വേറെ റിവായത്തിൽ ഫയസ്ബിഹ് നശീതൻ തയ്യിബൻ നഫ്സി ഖദ് അസാബ ഖൈറൻ, നന്മ ബാധിച്ച ഒരാളെ പോലെ ഉന്മേഷവാനായിട്ടായിരിക്കും ഉണ്ടാവുക. വഇല്ലം യഫ്അൽ അസ്ബഹ കസിലൻ ഖബീസൻ നഫ്സ് ലം യുസിബ് ഖൈറൻ, ഒരു നന്മയും ബാധിക്കാത്ത ആളെ പോലെ ആയിരിക്കും ഇങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ അവൻ എഴുന്നേൽക്കുക എന്നുള്ളത്. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ ഇത് ഫജ്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞത് കാണാം. എന്നാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ ഹദീസ് കിതാബുകളിലെല്ലാം കൊടുത്തിട്ടുള്ളത്, ഈ ഹദീസിനെ കൊടുത്തിട്ടുള്ളത് ഏത് ബാബിലാണ്? ഇമാം ബുഖാരി ആവട്ടെ മുസ്ലിം ആവട്ടെ, അവരൊക്കെ ഈ ഹദീസ് കൊടുത്തിട്ടുള്ള ബാബ് എന്ന് പറഞ്ഞാൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഥവാ ഇത് രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട, രാത്രി നിസ്കരിക്കാത്ത ആൾക്കാണ് ഇങ്ങനെ ഉണ്ടാകുക എന്ന നിലക്ക് ആ ബാബിൽ കൊടുത്ത് കാണാം. എന്നാൽ ഫജ്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. എന്നാൽ ഹദീസിന്റെ കിതാബുകളെല്ലാം ഈ ഹദീസ് കൊടുക്കാറുള്ളത് രാത്രി നിസ്കാരത്തിന്റെ ബാബിലാണ്. അപ്പോ രാത്രി നിസ്കാരം എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു അടിമയ്ക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരുപാട് ഖൈറുകൾ കൊണ്ടുവന്നു തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നിസ്കരിക്കാൻ എഴുന്നേൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ മടുപ്പുണ്ടാക്കുക, അവനെ ഉറക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോ അതിൽ നിന്ന് എഴുന്നേൽക്കുകയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും വുളു എടുക്കുകയെല്ലാം ചെയ്താൽ ഉന്മേഷവാനായിട്ടുള്ള ഒരു പ്രഭാതം അവന് ഒരു ദിവസം അവൻ ലഭിക്കും. ഇത് നമ്മുടെ അനുഭവത്തിൽ അറിയുന്ന കാര്യമാണ്. രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റ് നല്ല രീതിയിൽ നിസ്കരിക്കാൻ സാധിച്ച ഒരു ദിവസവും നിസ്കരിക്കാതെ നമ്മൾ ഉറങ്ങിപ്പോകുന്ന ദിവസങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഈ പിശാചിന്റെ ഈ കെട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ് വൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദക്കറിൻ വലാ ഉൻസാ ഇല്ലാ അലാ റഅസിഹി ജരീറുൻ മഅഖൂദുൻ ഹീന യർഖുദു ബില്ലൈൽ, ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരവസ്ഥയുണ്ട്, കെട്ടിടുന്നത്. فإن استيقظ فذكر الله إن حلت عقدة وإذا قام فتوضأ فصلى إن حلت العقد وأصبح خفيفا طيب النفس قد أصاب خيرا. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ എഴുന്നേൽക്കും, അള്ളാഹുവിനെ ഓർക്കുകയും വുളു എടുക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്താൽ ആ കെട്ടുകൾ അഴിഞ്ഞു പോവുകയും അവൻ ഏറ്റവും ഉന്മേഷവാനായിക്കൊണ്ട് അവൻ രാവിലെ പ്രഭാതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ വായിക്കാം. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.